യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതിയിൽ വക്കാലത്ത് സമർപ്പിച്ച കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കേസിന്റെ അടിയന്തര പ്രാധാന്യം പരിഗണിച്ചാണ് നടപടി. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പാണിത്. ഇതിൽ എത്രത്തോളം പ്രതീക്ഷ അഭിഭാഷകൻ പങ്കുവയ്ക്കുന്നുണ്ട്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? തീർച്ചയായും പ്രവിധ സൂചിപ്പിച്ചതുപോലെ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പ് തന്നെയാണ് ഈ ഘട്ടത്തിൽ നടന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അഭിഭാഷകരാണ് ഇപ്പോൾ വക്കാലത്ത് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ അടിയന്തര പ്രാധാന്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്ര വേഗത്തിലുള്ള ഈ നടപടി. ഈ അഡ്വക്കേറ്റ് രാജ് ബഹദൂർ യാദവാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി വക്കാലത്ത് സമർപ്പിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഒപ്പം തന്നെ ഈ ഹർജിയുടെ ഈ കേസിന്റെ ഒരു പ്രാധാന്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഇതിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി സർക്കാരിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ അഭിഭാഷകൻ വക്കാലത്ത് സമർപ്പിച്ചിരിക്കുന്നത്. മറുവശത്ത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഊർജിതമായി തന്നെ നടക്കുകയാണ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സനയിലാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ മാതാവുള്ളത്. നിമിഷപ്രിയയുടെ അമ്മ നിമിഷപ്രിയയെ ജയിലിലെത്തി കാണുന്നതിനുള്ള മറ്റ് ശ്രമം തുടരുന്നുവെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ഒപ്പം തന്നെ ഈ അനുമതി തേടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കവും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഈ മാസം 16-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്.